സകല മനുഷ്യരും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പിഴച്ചവാദം, ക്രിസ്ത്യാനികളുടെ 3 പിഴച്ചവാദങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുനാവർ ചെയ്ത ഒരു വീഡിയോയുടെ 2ാമത്തെ ഭാഗമാണിത്. 1ാമത്തെ പിഴച്ചവാദത്തിന് നിങ്ങൾ മറുപടി കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2ാമത്തെ പിഴച്ചവാദം പറയുന്നുണ്ട്. മുനാവർ അടുത്ത പിഴച്ചവാദം എന്ന് പറയുന്നത് തൃത്വമാണ്. ഈ പിഴച്ചവാദക്കാരൻ പറയുന്നത് ക്രിസ്ത്യാനികൾ അല്ലാഹു മൂവരിൽ ഒരാളാണെന്ന് പറഞ്ഞു എന്നാണ്. സത്യക്രിസ്ത്യാനികളായിട്ടുള്ളവരാരും മുനാവറെ അല്ലെങ്കിൽ പിഴച്ച വിശ്വാസത്തിൽ നിൽക്കുന്ന നിങ്ങളോട് പറയുകയാണ്, ഞങ്ങളാരും അല്ലാഹു മൂവരിൽ ഒരാളാണെന്ന് ഞങ്ങളാരും പറയത്തില്ല, ഒരു സത്യക്രിസ്ത്യാനി പോലും പറയത്തില്ല. അങ്ങനെ പറഞ്ഞു നടക്കുന്നവരുണ്ടെങ്കിൽ അത് ബൈബിളിനകത്ത് പുറത്താണോ എന്ന് അവർ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഒരു കാരണവശാലും അല്ലാഹു ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവമാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഒരു കാരണവശാലും അല്ലാഹു യഹോവയോ അല്ലെങ്കിൽ അല്ലാഹു യേശുവോ ഒന്നാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഒരു കാരണവശാലും വിശ്വസിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം പോലും അതിൻ്റെ അകത്തില്ല. കാരണം 700 മൈലിനടുത്ത് പോലും നിങ്ങളുടെ ഖുറാനിൽ പറയുന്ന അള്ളാഹുവിനെ വിശുദ്ധ വേദോസിൻ്റെ അടുത്തേക്ക് പോലും അടുപ്പിക്കാൻ കൊള്ളത്തില്ല. മനസ്സിലായോ? കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്കൊരു കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഭയമുള്ള കാര്യമൊന്നുമില്ല. സംവാദം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയപ്പെടുന്ന ആൾക്കാരുമല്ല. സംവാദത്തിനൊക്കെ ഫോർമാറ്റ് റെഡിയാക്കി ഒരു സംവാദത്തിനൊക്കെ തയ്യാറാണ്. ഞങ്ങൾ റെഡിയാണെന്നേ. നിങ്ങളുടെ ഗുരു ആചാര്യനുണ്ടല്ലോ MM അക്ബർ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവാം. 1,00,000 രൂപ മുനാറിന് തന്നെ തന്നേക്കാം. ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് അങ്ങനെ സംവാദ ഭയമൊന്നുമുള്ള കാര്യമില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞു നടക്കുന്ന നിങ്ങളുടെ ആൾക്കാരുമായിട്ട് സംവാദത്തിന് ഞങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഞങ്ങളുള്ള ശ്രേഷ്ഠത. പല ഇസ്ലാമിലെ പിഴച്ചവാദക്കാരാ ഒരു ക്രിസ്ത്യാനി അങ്ങനെ പറയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അനേകമായിട്ടുള്ള കാര്യമുണ്ട്. കാരണം മുഹമ്മദിന് വേണ്ടി എന്തും പറയാൻ മടിയില്ലാതെ നിൽക്കുന്ന ഒരു ദൈവമാണ് നിങ്ങളുടെ അല്ലാഹു. മുഹമ്മദിൻ്റെ കാര്യത്തിന് വേണ്ടി ഭാര്യമാരോട് പോലും മറ്റുള്ളവരോട് പോലും മുഹമ്മദിന് പറയാൻ നാണമാണെങ്കിലും അല്ലാഹുവിന് പറയാൻ ഒരു നാണവുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു ദൈവത്തിനെ ഞങ്ങൾക്കറിയത്തില്ല. ആ ഒരു അല്ലാഹുവിനെ ആർക്ക് വേണം? ആ അല്ലാഹുവിനൊരു പുത്രനുണ്ടെന്നോ അല്ലെങ്കിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്, അല്ലാഹുവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന തൃത്വം എന്നൊക്കെ ആരാ പറയുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമൊന്നുമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുക. കാരണം നിങ്ങളുടെ പിഴച്ച വിശ്വാസത്തിൽ അതാണോ ഉള്ളത്. ഞങ്ങൾക്ക് എന്തെക്കാളും പിഴച്ച വിശ്വാസമല്ല. ദൈവിക കാര്യത്തിലും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും പിഴച്ച ഒരു വിശ്വാസത്തിലല്ല നടക്കുക. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടും കുടുംബജീവിതത്തിലും ഞങ്ങളുടെ സ്വർഗീയ വിശ്വാസത്തിലും എല്ലാം ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങൾക്കാണല്ലോ പിഴച്ച വിശ്വാസം. അപ്പോൾ ഈ പിഴച്ച വാദക്കാരൻ പറയുന്ന മുനാവർ പറയുന്നൊന്ന് കേട്ടു നോക്കാം. അവരുടെ വാദം അല്ലാഹു തആല മൂവരിൽ ഒരാളാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നും ഒന്നാണ്. അതെങ്ങനെയെന്ന് അവർക്കും അറിയില്ല, വേറെ ആർക്കും അറിയില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതാർക്കും അറിയില്ല, വേറെ ആർക്കും അറിയില്ല എന്നാണ് പറയുന്നത്. കാരണം ഇത് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കും അറിയത്തില്ല, മറ്റുള്ളവർക്കും അറിയത്തില്ല എന്നാണ് പറയുന്നത്. ഓനെല്ലാം അറിയാന്നേ, ഓനെല്ലാം അറിയാം. അതാണ് ഓൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്. മുഹമ്മദിനോട് വന്നിട്ട് ആത്മാവിനെ പറ്റി ചോദിച്ചപ്പോഴത്തേന് അത് അള്ളാഹുവിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ അള്ളാഹിനറിയാം വെള്ളിയാഴ്ചത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ അവസ്ഥ. അതല്ലേ മുനാവറെ നിങ്ങളുടെ അവസ്ഥ? ബാക്കിയും കൂടെ കേൾക്കാം. മൂന്നും മൂന്നാണ് എന്നാൽ മൂന്നും ഒന്നാണ് എന്ന തൃത്വം. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ. അല്ലാഹു തആല മൂവരിൽ ഒരാളാണ് എന്നവർ വാദിക്കുന്നു. സൂറത്തുൽ മാഇദയിലെ 73-ാമത്തെ ആയത്ത്. സലാല ഓൻ്റെ സലാലയായിട്ട് വന്നിരിക്കുന്നു. അല്ലയോ മുജാഹിദ് ജിഹാദി, ഒരു കാര്യം പറയട്ടെ. ഈ മൂവരിൽ ഒരാളാണ് അല്ലാഹു എന്ന് പറയുന്നത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനികൾ അങ്ങനെ പറഞ്ഞെന്ന് പറയുന്നത്? ഞങ്ങളാരും അങ്ങനെ പറയാറില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന, സത്യവേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും ഒരു സത്യക്രിസ്ത്യാനിയും അല്ലാഹു മൂവരിൽ ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത് പിതാവ് അല്ലാഹു ആണെന്ന് ഒരു ക്രിസ്ത്യാനിയും പറയത്തില്ല. അല്ലയോ ജിഹാദി, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അല്ലാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് വല്ല വകുപ്പും ഉണ്ടോ? അടിമയുഗത്തിൽ ഇപ്പോഴും കിടക്കുന്ന അടിമകളായ നിങ്ങളെപ്പോലുള്ളവർക്ക് എങ്ങനെയാണ് അല്ലാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നത്? കാരണം പുത്രത്വത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ പുത്രനാണെന്നുള്ള മകനാണ്, ഞാൻ അല്ലാഹുവിൻ്റെ മകനാണ് മകളാണെന്ന് പറയാൻ നിങ്ങൾക്കിപ്പോഴും കഴിവില്ല.
നിങ്ങളിപ്പോഴും ആ കഴിവുകേടെന്ന് പറയുന്ന ആ വിശ്വാസത്തിൽ കിടക്കുകയാണ്. എന്നിട്ട് പറയാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞത് അള്ളാഹു മൂവരിൽ ഒരാളാണ്, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്. പിതാവ് അള്ളാഹു ആണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ ഉലകത്തിലുണ്ടോ? അവന് ക്രിസ്ത്യാനിയായിട്ട് കൂട്ടുവാരേലും നിങ്ങളുടെ അള്ളാഹു പിതാവാണെന്ന് പറയുന്ന ഏത് ക്രിസ്ത്യാനിയാണുള്ളത്? നിങ്ങൾക്കേലും അത് പറയാൻ പറ്റുമോ? എന്ത് നാണം കെട്ട വർത്താനമാണ് നിങ്ങൾ ഈ വന്നിരുന്നുകൊണ്ട് പറയുന്നത്? നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രശ്നമാണോ? പിന്നെ പറയുന്ന ഒരു പിഴച്ചവാദം, അള്ളാഹു മലക്ക് വഴി ഇറക്കിയ ഖുറാന്റെ അകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഖുറാന്റെ അകത്തേ ഒരു പിഴച്ച തൃത്വം കിടപ്പുണ്ട്. ഏതാണെന്നറിയോ? 5:116. അള്ളാഹു പറയുന്ന സന്ദർഭം ശ്രദ്ധിക്കുക. മറിയമിന്റെ മകൻ ഈസ അള്ളാഹുവിന് പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധൻ, എനിക്ക് യാതൊരു അവകാശവും ഇല്ലാത്തത് ഞാൻ പറയാവതല്ലോ. ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിരിക്കുമല്ലോ. എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും, നിന്നിലുള്ളത് ഞാൻ അറിയില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ. അല്ല, ഈ ഈസയുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹു അറിയുമെന്ന് ഈസ പറഞ്ഞു. പക്ഷെ ഈ അള്ളാഹുവിൻ്റെ മനസ്സിലുള്ളത് മുഹമ്മദിനോട് വെളിപ്പെടുന്നതിന് മുമ്പേ മുഹമ്മദ് അറിഞ്ഞ ഒരു ആയത്ത് ഖുറാൻ്റെ അകത്ത് കിടപ്പുണ്ട്. അത് വല്ല അനക്കറിയാവോ ജിഹാദി? അല്ലയോ പിഴച്ച വിശ്വാസക്കാര, അത് വല്ലതും അറിയാവോ എനക്ക്? ഞങ്ങളിലല്ല പിഴച്ച വിശ്വാസം. നിങ്ങളുടെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പിഴച്ച വിശ്വാസത്തെ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തേക്ക് കൊണ്ടുവെക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന 116 സൂറകളുള്ള, അതിൽ ആയത്തുകളുള്ള, ഓരോ ആയത്തിനനുസരിച്ച് അനക്ക് സ്വർഗത്തിൽ 10,27,000 ഹൂറുകളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഖുറാൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ടുവന്ന് സത്യക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് വെക്കാൻ വരണ്ട. അല്ലയോ ജിഹാദി, ഞാൻ ഒരു കഴിഞ്ഞിട്ട് ഈ അള്ളാഹുവിന് ഈ വിവരം എങ്ങനെ കിട്ടി? ലോകത്തെവിടെ ഒരു ക്രിസ്ത്യാനി ആചരിക്കാത്ത ഈ തൃത്വ വിഷയം അല്ലെന്നുണ്ടെങ്കിൽ ഈസ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള വിവരം എവിടുന്ന് കിട്ടി? അത്രയ്ക്ക് ജ്ഞാനിയാണ് പുള്ളി. നീ എത്ര പരിശുദ്ധൻ, അള്ളാഹുവേ പരിശുദ്ധനാണെന്ന്. ഇതിനപ്പുറത്തേക്ക് വല്ല നാണക്കേടും ഉണ്ടോ? പിഴച്ച വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോ, നിന്റെയൊക്കെ വിശ്വാസം വെറും പിഴച്ചതാണെന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയില്ല. നിങ്ങളുടെ പുസ്തകം മാത്രം മതി എടുത്തു പറയാൻ, മനസ്സിലായോ? പക്ഷെ ഞാൻ പിഴച്ച വിശ്വാസമാണ് നിങ്ങളുടെ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പം അരിശം പൂണ്ട് നിങ്ങൾ എന്നെ പലതും ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അള്ളാഹുവും മുഹമ്മദും ഒക്കെ ഇനി ആജ്ഞ ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ നീ പിഴച്ച വിശ്വാസമാണ് ക്രിസ്ത്യാനികളെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പുസ്തകം വെച്ചാണ് ഞാൻ മറുപടി തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയും എന്നെ എന്തും ചെയ്യാൻ ചിലപ്പോൾ ഉള്ള തയ്യാറെടുപ്പൊക്കെ നിങ്ങൾ ഇനി ഉണ്ടാക്കിയത് കണ്ടു കഴിയുമ്പോഴേ, കാരണം നിങ്ങൾക്ക് രോഷം കൊള്ളുന്നവരാണല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ അള്ളാഹുവിനെയോ മുഹമ്മദിനെയോ നിങ്ങളുടെ പുസ്തകങ്ങളെയൊക്കെ പറഞ്ഞ ഉടനെ വാളെടുക്കുക, ഇത് ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണല്ലോ ഈ പാവപ്പെട്ട ജോസഫ് മാഷിനെ വരെ നിങ്ങൾ കൈകാര്യം ചെയ്ത്, അങ്ങനെ പലരെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കഴിവ് വേണം. മനസ്സിലായോ? ഇനി മനസ്സിലായോ? അല്ല, ഈ അള്ളാഹുവിന് ഈ വാദം ഇവിടുന്ന് കിട്ടി ഒന്ന് പറയണേ ജിഹാദി. പിന്നെ ഒരു ചോദ്യം, ഈ തൗഹീദ് എന്ന് വെച്ചാൽ എന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വമാണല്ലോ. എത്ര തൗഹീദ് ഉണ്ട് നിങ്ങൾക്ക്? അത് നിനക്കും അറിയത്തില്ല ജിഹാദി, എൻ്റെ കൂട്ടർക്കും അറിയത്തില്ല. അതാണ് തൗഹീദ് വിഷയത്തിൽ ഇങ്ങനെ സംവാദം നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? തൗഹീദ് വിഷയത്തിൽ ഇങ്ങനെ സംവാദം നടക്കാനുള്ള കാരണം ഇതാണ്. ദേ കണ്ടോ, 2019 ഫെബ്രുവരി ശനി കോഴിക്കോട് സുന്നി മുജാഹിദ് സംവാദം. എന്താ സംഭവം? തൗഹീദാണ്, പോയി നോക്കിയാൽ മതി. ഇനി അടുത്തത് തൗഹീദ് ഡിബേറ്റ് 2016 നടന്നതാണ്, അതും തൗഹീദാണ്. ഇനി സുന്നി മുജാഹിദ് അനസ് വിഭാഗം സംവാദം. അത് നിങ്ങളുടെ ഇടയിൽ ഒത്തിരി വിഭാഗം ഉണ്ടല്ലേ, അനസ് വിഭാഗം, ജിന്നു വിഭാഗം, മൂരി വിഭാഗം, ഇങ്ങനെ വിഭാഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. സ്വന്തം തൗഹീദ് പറയാനാവാതെ വിയർക്കുന്ന അനസ് മൗലവി. അടുത്തത് തൗഹീദ് സ്നേഹ സംവാദം വാട്സപ്പ് ഗ്രൂപ്പ്. അതേ കിടക്കുന്നു. മുജാഹിദ് പക്ഷം, സുന്നി പക്ഷം, തൗഹീദോട് തൗഹീദ്. ഇനി അടുത്തത് മണ്ണാർക്കാട് സംവാദം, വിഷയം തൗഹീദ്. അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം തേടണോ എന്നും ചോദിച്ചുകൊണ്ട് തൗഹീദ്. ഇനി സുന്നി മുജാഹിദ് സംവാദം, മരിച്ചവരോട് സഹായം തേടാമോ? തൗഹീദാണ്. അള്ളാഹുവിൻ്റെ ഏകത്വമായിട്ട് ബന്ധപ്പെട്ടാണ് ആലപ്പുഴയിൽ നടന്ന തൗഹീദ്. എങ്ങനെയുണ്ട് 2019 തൗഹീദ്? ഇതും വിഷയമാണ്. സുന്നി മുജാഹിദ് സംവാദം, വിഷയം തൗഹീദ്, ശിർക്ക്.
തൗഹീദ് എന്ന് പറയുന്നത് ഒരു ശിർക്കാണ് എന്നായിരിക്കും നിങ്ങളുടെ സംവാദം, ശരിയല്ലേ? അപ്പം ഇനി തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ ഖബറിൽ അടിമേടിക്കുന്ന മുഹമ്മദിനെയും കൂടെ കൂട്ടണം, ശരിയല്ലേ? ഇത്രയും സുന്നി തൗഹീദ്, മുജാഹിദ് തൗഹീദ്, ഇനി മുജാഹിദിൻ്റെ ഇടയിൽ ജിന്ന് വിഭാഗത്തിൻ്റെ തൗഹീദ്, അതുകൂടാതെ ജമാഅത്ത് ഇസ്ലാമിയുടെ തൗഹീദ് വേറെ. നിങ്ങളുടെ ഇടയിൽ എത്ര തൗഹീദാണ് ഉള്ളത്? അത് നിങ്ങൾക്കും അറിയില്ല, നിങ്ങളുടെ പണ്ഡിതന്മാർക്കും അറിയില്ല. അതുകൊണ്ടാണല്ലോ തമ്മിൽ കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഖബറിലടി കിടന്ന് മുൻകീറിന്റെ നക്കീറിന്റെ അടിമേടിക്കുന്ന അന്ത്യകാലത്ത് മണ്ണ് മാറ്റി പുറത്തേക്ക് വരാൻ കാത്തു കിടക്കുന്ന മുഹമ്മദ് അള്ളാഹുവിന്റെ ഏകത്വത്തിനോട് ചേർന്നെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ തൗഹീദ്, നിങ്ങളുടെ തൗഹീദ് പൂർണ്ണമാകത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞതല്ല, ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞത് കേട്ടു. അതാണ് അബ്ദുൽ ഖൈസിന്റെ നിവേദക സംഘം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന ഒരു ചരിത്രം ബുഖാരിയുടെ സഹീഹ് അടക്കമുള്ള നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. എന്താണ് അതിലുള്ളത്? അവർ വന്നപ്പോൾ ആ നിവേദക സംഘത്തോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറഹും ബി അർബഇൻ വനഹാഹും അൻ അർബ, 4 കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുകയും 4 കാര്യങ്ങളെ വർജിക്കാൻ വേണ്ടി അവരോട് പറയുകയും ചെയ്തു. ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, അമറഹും അൻ യുഅ്മിനൂ ബില്ലാഹി വഹ്ദഹ, അല്ലാഹുവിന്റെ തൗഹീദിൽ ഉറച്ചു വിശ്വസിക്കണമെന്ന് അവരോട് കൽപ്പിച്ചു. തുടർന്ന് തന്നെ നബി തങ്ങൾ ചോദിച്ചു, എന്താണ് അള്ളാഹുവിന്റെ ഏകത്വത്തിൽ തൗഹീദിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ? അതദ്റൂന ബില്ലാഹി മൽ ഈമാനു ബില്ലാഹി വഹദ, അതദ്റൂന നിങ്ങൾ അറിയുമോ? മൽ ഈമാനു ബില്ലാഹി വഹദ, അള്ളാഹുവിന്റെ വഹദാനിയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് അറിയോ എന്ന ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി സ്വഹാബ. അള്ളാഹു ഒരുവനാണെന്ന ആ കേവലം അർത്ഥമല്ല അതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. അള്ളാഹു ഒരുവനാണെന്ന ആ കേവലം അർത്ഥമല്ല അതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ അർത്ഥം ആർക്കാണ് അറിയാത്തത്? ലോകത്താരാ ഈ രണ്ടുള്ളത്? ഞാൻ ഒന്നാണ്, ഈ ഇരിക്കുന്ന ജനങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരാണ്, ആരും രണ്ടല്ല. ഈ അർത്ഥത്തിലല്ല ഏകൻ എന്ന് പറയുന്നത്. ഈ അർത്ഥം ആർക്കാണ് അറിയാത്തത്? ലോകത്താരാ ഈ രണ്ടുള്ളത്? ഞാൻ ഒന്നാണ്, ഈ ഇരിക്കുന്ന ജനങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരാണ്, ആരും രണ്ടല്ല. ഈ അർത്ഥത്തിലല്ല ഏകൻ എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിലല്ല ഏകൻ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കിയ സ്വഹാബ റസൂലുള്ളാഹി തങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്, അല്ലാഹു റസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബി. അപ്പോൾ നബി തങ്ങൾ ബയാൻ ചെയ്തു കൊടുത്തു എന്താണ് തൗഹീദ്. ആ തൗഹീദ് ബയാൻ ചെയ്തപ്പോൾ തൗഹീദിനെ കുറിക്കുന്ന 2 വചനങ്ങളാണ് അവിടുന്ന് പറഞ്ഞത്. തൗഹീദിനെ കുറിക്കുന്ന 2 വചനങ്ങളാണ് അവിടുന്ന് പറഞ്ഞത്. അന്തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 2ഉം കൂടുമ്പോഴേ തൗഹീദാകുന്നുള്ളൂ. 2ഉം കൂടുമ്പോഴേ തൗഹീദാകുന്നുള്ളൂ. മുഹമ്മദോടെ ചേർന്നെങ്കിൽ മാത്രമേ തൗഹീദ് പൂർണ്ണമാകത്തുള്ളൂ. അല്ലാതെ തൗഹീദ് പൂർണ്ണമാകുകയല്ല എന്ന് ഞാൻ പറഞ്ഞല്ല, നിങ്ങളുടെ പണ്ഡിതൻ പറഞ്ഞ. ഇനി മറ്റൊരു തൗഹീദുണ്ട് കേട്ടോ. അതെന്താ അറിയോ? ഈ കാഷ്ടത്തിൽ വരെ തൗഹീദുണ്ട്. മനുഷ്യന്റെ കാഷ്ടത്തിലും തൗഹീദ്. ഞാൻ പറഞ്ഞതല്ല, ഞങ്ങളാരും പറഞ്ഞല്ല, നിങ്ങളുടെ ആൾക്കാർ പറഞ്ഞ. ആരുടെ? AP-യുടെ കാഷ്ടത്തിൽ വരെ തൗഹീദുണ്ടെന്ന് പറഞ്ഞു. ആരേലും അള്ളാഹുവിന്റെ ഏകത്വം കൊണ്ടുവന്നിട്ട് ഒരു മനുഷ്യന്റെ കാഷ്ടത്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആശയപരമായിട്ട് പോലും സംസാരിച്ചു കഴിഞ്ഞാൽ അതെന്ത് നാണക്കേടാണ്. കാഷ്ടത്തിൽ, മനുഷ്യന്റെ കാഷ്ടത്തിൽ തൗഹീദ് ഉണ്ടെന്ന് പഠിപ്പിക്കുക. നിങ്ങൾ എന്തും മനുഷ്യൻ, നിങ്ങൾ എന്തും മുസ്ലിങ്ങളാണ്. നിങ്ങൾ ആദ്യമേ ചെന്നിട്ട് ഈ പിഴച്ച വാദം നിർത്താൻ വേണ്ടി AP-യുടെ ആൾക്കാരോട് എന്ന് പറ. ക്രിസ്ത്യാനി നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയാണ് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടോ വേദക്കാരോട് പോയി ചോദിക്കുക. എന്നിട്ട് പറയണം ഞങ്ങൾ പിഴച്ച വാദം പറഞ്ഞുകൊണ്ട് വരുന്നതിനേക്കാൾ നല്ല നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ മറുഭാഗം ഉണ്ടല്ലോ, അള്ളാഹുലും മുഹമ്മദിലും ഒക്കെ വിശ്വസിക്കുന്നവർ തന്നെയല്ലേ അവരോട് എന്നിട്ട് പറ കാഷ്ടത്തിൽ തൗഹീദ് ഉണ്ടെന്ന് പറയരുതേ എന്ന് പറ. കേട്ടോ, ഞാൻ പറഞ്ഞല്ല, ദേ കേട്ടു നോക്ക്. AP ആനയോട് അതിന്റെ ഒജുഹിസിബ് അതല്ല, മുഷബ്ബവും മുഷബ്ബിഹിം ഒജുഹിസിബും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ ഒജുഹിസിബ് ഏതാണെന്നറിയാം. അതുകൊണ്ട് AP അബ്ദുൽ ഖാദർ മൗലവിയെ ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും ഉന്നതമായ
ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ കാട്ടത്തിന്റെ അടുത്തേക്ക് പോകാൻ കൂടി കഴിയില്ലാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലേ? അദ്ദേഹം കാഷ്ടിച്ച് വെച്ചോടത്തേക്ക് പോലും ഞാനും ജനറൽ സെക്രട്ടറിയാന്ന് പറഞ്ഞ നമുക്ക് പോകാൻ കഴിയില്ല. ആ കാഷ്ടത്തെ പോലും പേടിക്കണം. ആ റൈല് പോലും തൗഹീദ് ഉണ്ടാവും. അല്ല ജിഹാദി, ഈ എന്നോട് ചോദിക്കുകയാണ്, ഈ കാഷ്ടത്തിലൊക്കെ അള്ളാഹുവിന്റെ ഏകത്വം ഉണ്ടെന്ന് പറയുമ്പോഴത്തേന് ഈ AP എല്ലാ ദിവസമൊക്കെ ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കില്ല. അപ്പോഴെല്ലാം ഈ കാഷ്ടം പോകുമ്പോഴത്തേന് തൗഹീദും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിന്റെ ഏകത്വം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ, ഫ്ലഷ് അടിച്ച് കളയാണല്ലേ. ഇത്തരം പിഴച്ച ഏകത്വവും ഇത്തരം പിഴച്ച വാദമായിട്ട് കിടക്കുന്ന നിങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് സത്യക്രിസ്ത്യാനികൾക്ക് 3 പിഴച്ച വാദം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതിനൊക്കെ തക്ക മറുപടി നിന്റെയൊക്കെ ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെയൊക്കെ തൗഹീദ് എന്താണെന്നുള്ളത് തന്നെ ഇവിടൊക്കെ തന്നെ കിടപ്പുണ്ട്. ശരിയല്ലേ? അതുകൊണ്ട് ഈ പിഴച്ച വാദങ്ങളുമായിട്ട്, ഇത്തരം പിഴച്ച വാദങ്ങളുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. നിങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആൾക്കാർ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. നിങ്ങളുടെ മുഹമ്മദും അള്ളാഹുവും ഇപ്പോൾ സ്പേസും കഴിഞ്ഞ് അങ്ങ് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. ഒന്ന് ഇറക്കാനുള്ള പരിപാടിയൊക്കെ നിങ്ങളുടെ ഇടയിലേക്കൊക്കെ കടന്നു ചെന്നിട്ട് നിങ്ങളുടെ ആൾക്കാരോട് നമ്മുടെ ഉസ്താദ് ഇങ്ങനെയാണ്, നമ്മുടെ മുഹമ്മദ് ഇങ്ങനെയാണ്, നമ്മുടെ റസൂൽ ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ആ പുള്ളി ഒന്ന് ഇറക്കിക്കൊണ്ടുപോവാ. മനസ്സിലായോ? ഒരു കാലത്ത് ഇതേപോലെ എന്നെക്കാളും വലിയ പിഴച്ചവാദവും പറഞ്ഞുകൊണ്ട് നടന്ന ഒരാളായിരുന്നു ആര്? MM അക്ബർ. ഏത് വഴിക്കോടി? കാണാൻ വല്ല പൊടിയെങ്കിലും ഉണ്ടോ? ഒരു സംവാദത്തിന് തത്തുല്യ വിഷയത്തോടുകൂടി ഈ വിഷയങ്ങൾ സംവാദത്തിന് തയ്യാറാണോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോലും വരാതെ മുങ്ങി നടക്കുന്ന MM അക്ബറിനെ കൊണ്ടുവരുവാണെങ്കിൽ ജിഹാദി അനക്ക് തരാം 1 ലക്ഷം രൂപ. അതുകൂടാതെ വേറെയും കിട്ടും. മനസ്സിലായോ? ധൈര്യമുണ്ടോ? അതുകൊണ്ട് ഞങ്ങളിലല്ല പിഴച്ച വാദം, നിങ്ങളെന്ന തൗഹീദിലും നിങ്ങളുടെ അള്ളാഹുവിലും നിങ്ങളുടെ മുഹമ്മദിലും നിങ്ങളുടെ വിശ്വാസത്തിലും കിടക്കുന്ന ആ പിഴച്ച വാദങ്ങൾ എടുത്ത് പുറത്തു കളഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കുക. മനസ്സിലായോ? ഞങ്ങൾക്ക് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്താണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾക്കറിയുകയും ചെയ്യാം. ഞങ്ങൾക്കറിയാം. അനക്കാണ് ഈ തൗഹീദിന്റെ വിഷയത്തിൽ അറിയാത്തത്. ഇപ്പൊ കേട്ടില്ലേ, കാഷ്ടത്തിൽ വരെ തൗഹീദ് ഉണ്ടെന്ന്. അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. അതുകൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. കേട്ടല്ലോ? അതുകൊണ്ട് ഇന്ന് ബുദ്ധി ഉപദേശിക്കുകയാണ്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. എന്നെ കേട്ട എല്ലാവരോടും കൂടെയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഈ കബറിൽ കിടന്ന് മുൻകീറിൻ്റെ നക്കീറിൻ്റെ അടി മേടിച്ച് നട്ടം തിരിയാതിരിക്കാൻ ഏറ്റവും നല്ലത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഏക നാമം കർത്താവായ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. നിങ്ങളെല്ലാവരെയും ജീവനുള്ള ദൈവമായ ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന വാക്കുകൾ നിർത്തുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.